മുന്തിരിയുടെ പന്തൽ ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ നമ്മളൊരു കമ്പിയൊക്കെ വെച്ചിട്ടാണ് പന്തൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 പ്ലാന്റാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. 2 പ്ലാന്റിൽ നിന്നുള്ള ഒരു മുന്തിരിയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പടർന്ന് കിടക്കുന്നത്. നമ്മൾ ഇതുപോലെ കായകൾ ഉണ്ടാവാനായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രൂൺ ചെയ്ത് കറക്റ്റ് അത് നിർത്തി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കായകളുണ്ടാവും. ഇത് ഇവിടെ ഇങ്ങനെ ഈ ഒരു സൈഡിൽ കൂടിയും അതുപോലെ ഈ പന്തലിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ധാരാളം കായകളുണ്ട്. ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ കായകൾ തുടങ്ങുന്നത് ഇങ്ങനെ വന്ന് നമ്മുടെ ആ ഒരു സൈഡിലേക്ക് കൂടി അങ്ങനെ പോയി നമ്മുടെ ഈ പന്തലിന് ഉള്ളിലേക്ക് നോക്കുവാണെങ്കിലും ഈ സൈഡിൽ കൂടിയും ഒക്കെ കായകൾ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലും ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ കൊലകളാണെങ്കിൽ കൂടി നമുക്ക് ആവശ്യത്തിന് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മരുന്നടിക്കാതെ ഉണ്ടാകുന്ന കായകൾ നമുക്ക് ധാരാളം കഴിക്കാനും പറ്റും. അതുപോലെ ഉപ്പിലിടാനും ഒക്കെ പറ്റും കേട്ടോ. ഇത് ഉപ്പിലിടുകയും അച്ചാറിടുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഉപ്പിലിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പിലിടുന്നത് ഭയങ്കര ടേസ്റ്റ്. മുന്തിരി കിട്ടുന്നത് മാത്രമല്ല, മുന്തിരിയുടെ ഒരു പച്ചപ്പുണ്ട് കേട്ടോ. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മുന്തിരിയുടെ ഇലകളിൽ നല്ല ഒരു പച്ചപ്പ് വരും. ആ പച്ചപ്പ് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ കൊലകളും ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഈ മുന്തിരിയുടെ തണ്ടുകൾ വരുമ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതും നല്ലൊരു രസമാണ്, നല്ലൊരു ഭംഗിയാണ്. അതിങ്ങനെ വീട്ടിൽ ഒരെണ്ണം വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇത് വളരെ എളുപ്പത്തിൽ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളൊരു പ്ലാന്റ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5-2 വർഷം കൊണ്ട് അത് കായ്ക്കാനായിട്ട് തുടങ്ങും. നന്നായിട്ട് കായ്കളും തരും, നമുക്ക് ഒപ്പം തന്നെ തണലും തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.